ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്ന് പെരുന്നാളിന്റെ തലയ്ക്കും ദിവസമാണ് ഗൈസ്. പക്ഷെ എനിക്ക് ഒട്ടും വയ്യ. നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. പനി അടിച്ചിരിക്കുകയാണ്. എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ നല്ല വല്ല ദിവസങ്ങൾ വരുമ്പോൾ ഒന്ന് പീരീഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വല്ല പനിയൊക്കെ ആയിരിക്കും. ഇപ്രാവശ്യം എന്തായാലും പീരീഡ്സ് കഴിഞ്ഞുകൊണ്ട് പനിയാണ് വന്നേക്കുന്നത്. എന്തായാലും പനി വന്നിട്ട് ഇപ്പൊ 2 ദിവസമായി. എന്നിട്ട് വലിയ കുറവൊന്നുമില്ല. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. പുറത്തെ ചൂട് ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും മണ്ടയും മൂക്കും ഇതെല്ലാം അടഞ്ഞിരിക്കുകയാണ്. നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ എന്റെ പെരുന്നാളിന് ഡ്രസ്സ് എനിക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. തുണി കഴുകാൻ കിടപ്പുണ്ട്. ഇത് നോക്കിയപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് രാവിലെ. അപ്പോൾ കുഴപ്പമില്ല, കഴുകാനുള്ള തുണിയൊക്കെ കുറച്ച് കഴുകിയിടണം. കാരണം കുറച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഡ്രസ്സ് പോയി ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം തുണി കഴുകാന്ന്. എൻ്റെ ഡ്രസ്സെല്ലാം ഒരുവിധം ഞാൻ തന്നെയാണ് ഷേപ്പ് ചെയ്യുന്നത്. കാരണം എനിക്ക് വെളിയിൽ കൊടുത്ത് ഷേപ്പ് ചെയ്താൽ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എൻ്റെ ഡ്രസ്സെല്ലാം എൻ്റെ അളവിന് എനിക്ക് എന്നെ അടിച്ചിടണം. അങ്ങനെ ഞാൻ ഇത് കാണിച്ചു തരുന്നില്ല, കാരണം നിങ്ങൾക്ക് പെരുന്നാളിനിട്ട് കാണിക്കാവുന്ന രീതിയിലാണ് ഞാൻ അത് കാണിച്ചു തരാതിരിക്കുന്നത്. പക്ഷേ പെരുന്നാളിലൊന്നും ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ഇടാനായിട്ട് പോയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ തുണി കഴുകി കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ റംബൂട്ടാനിൽ ഒരു റംബൂട്ടാൻ മാത്രം കളർ ചേഞ്ച് ആയിട്ടിരിക്കുന്നത്. ഇത് നല്ല റെഡല്ല, യെല്ലോയും ചെറിയൊരു ഓറഞ്ച് കളറും കൂടെ മിക്സ് ആയതാണ് നമ്മളിവിടുത്തെ റംബൂട്ടാൻ. പക്ഷെ നല്ല രീതിയിലുള്ള മധുരമാണ്. വരിക്ക റംബൂട്ടാനില്ലേ, ആ സാധനമാണിത്. അങ്ങനെ ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഫ്രഷൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് റംബൂട്ടാൻ ഇതിൽ ആദ്യമായിട്ട് ഞാനാണ് കഴിക്കുന്നത്. കാരണം എൻ്റെ കണ്ണിൽ തന്നെ ഈ സാധനം കണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളൊന്നാണ് റംബൂട്ടാൻ. ഇതങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ടെറസിൻ്റെ മണ്ടേ കയറാ പോവാ തിന്ന, ഇതൊക്കെ തന്നെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രേപ്പ് ഫ്രൂട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ എനിക്ക് അത്ര കയ്പടിച്ചില്ലെങ്കിൽ രണ്ടാമത് ഇതിൻ്റെ ബാക്കി ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഇന്ന് കഴിച്ചപ്പം പറയാതിരിക്കാൻ വയ്യത് ഭയങ്കര കയ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ കഴിച്ചത് പീരീഡ്സിൻ്റെ ടൈമിലാണ്. ആ ടൈമിൽ എനിക്ക് കയ്പൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നുന്ന ടൈം ആയിരിക്കാം. അന്ന് എനിക്ക് അത്ര ഫീൽ വന്നില്ല. ഇന്ന് ഞാൻ വീണ്ടും എടുത്ത് കഴിച്ചപ്പോൾ അന്ന് ഞാനിത് ഇങ്ങനെ കഴിച്ചു എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാൻ തന്നെ കഴിച്ച്. കാരണം ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന സാധനം ഞാൻ തന്നെ കഴിക്കണം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. അങ്ങനെ ഇതിൻ്റെ ബാക്കി ഇരുന്നതും കൂടെ ഞാൻ കഴിച്ചു. ഇതിൻ്റെ തൊലി ഇളക്കി മാറ്റി കഴിക്കുമ്പം അത്ര കയ്പില്ല എന്ന് പറയാം. അല്ല, തൊലിയോടെ കഴിക്കുമ്പം നല്ല കയ്പ് തന്നെ. എങ്ങനെ കഴിച്ചിട്ടും ഒരു ഇതും ഇല്ല. ഇനിയും ഇതിൻ്റെ ലാസ്റ്റ് ഒരു പീസും കൂടെ ഇരിപ്പുണ്ട്. ഞാൻ ഉമ്മാക്ക് വേണമെന്ന് പറഞ്ഞ് ഉമ്മാരുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഉമ്മ പറഞ്ഞ് ഈ സാധനമേ എനിക്ക് വേണ്ട. അന്നും ഞാൻ മുറിച്ചപ്പോഴും അവരെ കയ്യിൽ കൊടുത്തായിരുന്നു. ഒരെണ്ണം വാങ്ങി പകുതി മുറിച്ച് ഞാൻ കഴിച്ചു നോക്കി, പിന്നെ അവർക്കും കൊടുത്തിട്ട് ഇത് വെച്ചിരുന്നതാണ്. എന്നിട്ട് ഇതിപ്പോൾ 2 പീസ് ഇരിപ്പുണ്ട്. ഇതിൽ ഒരു പീസ് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് കഴിച്ചിട്ട് അടുത്തത് ഞാൻ കൊണ്ടുപോയി വെക്കുകയാണ്. അല്ല, ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തായാലും പറ്റൂല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല കപ്പയും കൊഞ്ച് കറിയും കൂടെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ കഴിച്ച് നല്ല ചൂട് കപ്പയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡിയായിട്ട് നേരെ മാമിയുടെ വീട്ടിലോട്ട് പോകാൻ. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നത്. ചിക്കൻ കറിയും ഇടിയപ്പമായിരുന്നു. എൻ്റെ കൂടെ നബീലും ഉണ്ട്, സഫ ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നത്. ഇവിടുത്തെ ഇടിയപ്പം അടിപൊളിയാണ്. മാമി അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഇടിയപ്പം ഉണ്ടാക്കും. മാമിയുടെ ഇടിയപ്പം കഴിക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇടിയപ്പവും നല്ലതായിരുന്നു, അത് കണക്ക് ചിക്കൻ കറി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മൈലാഞ്ചി ഇടലാണ്. ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മൈലാഞ്ചി ഇടാനായിട്ട് പോയി. അതിനിടയ്ക്ക് കുറച്ച് ടൈം കിട്ടിയ സമയത്ത് നമ്മൾ ഒരു ലഡുവൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നൈൽ കോണാണ് ഫസ്റ്റ് ഇട്ടിരുന്നത്. പിന്നെ പെരുന്നാളിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് അറിയാം എനിക്ക് പനിയായിരുന്നു. അന്നത്തെ ദിവസം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാമെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.